എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംവാദത്തെപ്പറ്റി പറഞ്ഞു പോകുവാനാണ്. അതിൽ ക്രിസ്തു മതത്തിൽപ്പെട്ട ആളല്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളല്ലാത്ത രാഹുൽ ഈശ്വർ ആണ് ഈ സംവാദത്തിലെ ഒരു സംവാദകൻ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു കാര്യവുമില്ല, രാഹുൽ ഈശ്വറിന് അതിൽ ചെന്ന് ചാടേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. കണ്ടോ, അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ആളുകളുടെ അവരുടെ ആ ഒരുമ, അവരുടെ തങ്ങളുടെ ദൈവത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതിനെതിരെ അവർ രംഗത്ത് വന്നു. രാഹുൽ ഈശ്വറിനെതിരെ രംഗത്ത് വന്നു. അതർ സൈഡിൽ നിൽക്കുന്നത് അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പ്രഭാഷകനാണ്. ബൈബിളിലെ യേശുക്രിസ്തുവും ഖുറാനിലെ ഈസാ നബിയും ഒരാൾ തന്നെയോ? അതായിരുന്നു സംവാദ വിഷയം. ഈ വിഷയത്തിന്മേൽ അധികരിച്ച് തൻ്റെ വാദങ്ങൾ നിരത്താനായിട്ട് അനിൽകുമാർ അയ്യപ്പന് വളരെ ഭംഗിയായിട്ട് തന്നെ സാധിച്ചു എന്ന് വേണം പറയാൻ. കാരണം കുരിശു മരണമാണ് യേശു ക്രിസ്തുവിൻ്റെ ഒരു ലക്ഷ്യം എന്ന് ആണ് അനിൽകുമാർ അയ്യപ്പൻ തെളിയിക്കാൻ ശ്രമിച്ചത്. കുരിശു മരണം സകല പാവങ്ങളുടെയും ആ ഏൽക്കൽ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യേശു ക്രിസ്തു കുരിശു മരണം വരിക്കുന്നത്. മനുഷ്യരുടെ പാവങ്ങളെല്ലാം അതോടുകൂടി കഴുകിക്കളയപ്പെട്ടു. ഇത് വിശ്വസിക്കുന്ന ആളുകളുടെ പാപങ്ങളും കഴുകിക്കളയപ്പെടും എന്നാണല്ലോ ക്രിസ്തു മത വിശ്വാസികൾ പരക്കെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പ്രഭാഷകന്മാരായിട്ടെത്തുന്ന ആളുകൾ വിശ്വസിക്കുന്നത്. അതർ സൈഡിൽ ഇസ്ലാം മതത്തിൽ ഈസാ നബിക്ക് ആരും ഈസാ നബിയെ കുരിശിലും തറച്ചില്ല. ജൂതന്മാരാണ് കുരിശിൽ തറക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ചത് ജൂതന്മാരാണ്. ഇവിടെ ഈസാ നബിയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ജൂതന്മാരാണ്. അപ്പോൾ ജൂതന്മാർ കൊല്ലാൻ വരുന്ന സമയത്ത് അള്ളാഹു ഈസാ നബിയെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ആകാശത്ത് ഇപ്പോഴും ജീവനോടെ ഈസാ നബി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് ഈസാ നബിയും യേശുക്രിസ്തുവും ജനിച്ചത്. അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നു തന്നെയാണ് എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. അതായത് BC 6 മുതൽ 4 വരെയുള്ള നൂറ്റാണ്ടുകളിലാണ് ഇവരുടെ ജനനം. അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം അല്ലെങ്കിൽ ഈസാ നബിയുടെ ജനനം. ഇവിടെ കോൺട്രഡിക്ഷൻ വരുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ആരും കൊന്നില്ല. കൊല്ലുന്നതിന് മുൻപ് അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ, ഈസാ നബിയെ സ്വർഗത്തിലേക്ക് അള്ളാഹു ഉയർത്തി. യേശുക്രിസ്തുവിനെ ജൂതന്മാർ കുരിശിൽ തറച്ച് കൊന്നു. 3-ാം നാൾ അദ്ദേഹം ജീവനോടെ ഉയർത്തെഴുന്നേറ്റു. അതാണ് കാര്യങ്ങൾ. ഇവിടെ അനിൽകുമാർ അയ്യപ്പൻ്റെ വാദഗതികളെ ഖണ്ഡിക്കാനായിട്ട് രാഹുൽ ഈശ്വർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ബൈബിളിൽ നിന്നോ ഖുറാനിൽ നിന്നോ ഉള്ളതല്ല. പകരം അദ്ദേഹം കുറേ യൂണിവേഴ്സിറ്റികളുടെ പേരും പോപ്പിൻ്റെ വാദഗതിയും ഒക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പോപ്പിൻ്റെ വാദഗതിയോ യൂണിവേഴ്സിറ്റികളിലെ പഠന പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. ബൈബിളും ഖുറാനും വെച്ചിട്ടാണ് നമ്മളിതിനെ വിശകലനം ചെയ്യേണ്ടത്. അത് സാധ്യമാക്കുന്ന കാര്യത്തിൽ രാഹുൽ ഈശ്വർ പരാജയപ്പെട്ടു. രാഹുൽ ഈശ്വർ പരാജയപ്പെട്ടാലും പരാജയപ്പെട്ടില്ലെങ്കിലും എന്തിനാണ് രാഹുൽ ഈശ്വർ ഈ ഒരു സംവാദത്തിന് പോയത്? അതാണ് ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. എപ്പോൾ നോക്കിയാലും രാഹുൽ ഈശ്വറിനെ ആരിഫ് ഹുസൈൻ, ജിഹാദി കൂട്ടുകൊടുപ്പുകാരൻ,
എന്ന് വിളിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ജിഹാദികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനാണ്. ജിഹാദ് എന്ന് പറയുന്നൊരു യുദ്ധമാണെന്നും സമാധാനത്തിന് വേണ്ടിയുള്ള യുദ്ധമാണെന്നൊക്കെയാണ് രാഹുൽ ഈശ്വറിൻ്റെ വാദഗതി. ഇത് ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല. അത് ഖുറാനിൽ തന്നെ എഴുതി വച്ചിട്ടുള്ളതായിട്ട് അനിൽകുമാർ അയ്യപ്പനൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വന്ന, രാഹുൽ ഈശ്വറിനെ എതിർക്കാനായിട്ട് വന്ന മറ്റ് ക്രൈസ്തവ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ആരിഫ് ഹുസൈൻ പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലാകുന്നിടം വരെ ജിഹാദ് ചെയ്യുക എന്ന് അതിൽ എഴുതി വച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവസാനത്തെ ജൂതനെ വരെ ഇല്ലാതാക്കുന്നിടം വരെ ജിഹാദ് ചെയ്യുക, അല്ലെങ്കിൽ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളെ കാഫിർ എന്ന ഗണത്തിൽപ്പെടുത്തി അവരെ ഇല്ലായ്മ ചെയ്യുക. ഇതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് എന്നാണ് ആരിഫ് ഹുസൈനും ജാമിദ ടീച്ചറും ഒക്കെ പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു എന്ന് പറയുന്നയാൾ മറ്റുള്ളവരുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് കുരിശുമരണത്തിന് തയ്യാറായി സ്വയം ബലിയർപ്പിക്കാനായിട്ട് വന്നയാളാണ്. മറ്റുള്ളവരെ കൊല്ലാനല്ല, അവരെ സ്നേഹിക്കാൻ, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ ആ മഹത്വം അത് അപ്പുറത്ത് ഈസാ നബിയുടെ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ളത് ഒന്നുമല്ല ഇവിടുത്തെ തർക്ക വിഷയം. ഞാൻ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരാൾ എന്തിനാണ് ഈ ജിഹാദികൾക്ക് വേണ്ടി ഈ വാദിക്കാൻ നടക്കുന്നത്? എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തിട്ടാണോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടാണോ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അഖിലയുടെ അച്ഛൻ വന്ന്, അഖിലയുടെ അച്ഛൻ വന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പല സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതൊന്നും മുഖവിലക്കെടുക്കണ്ട. ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. കഴിഞ്ഞ വിഷുവിന് ശ്രീകൃഷ്ണൻ്റെ പടം വെച്ച് കുഴിമന്തിയുടെ പരസ്യം ചെയ്ത അതിനെക്കുറിച്ചുള്ള ആ ചർച്ചയിൽ പോലും ഇയാൾ സംസാരിക്കുന്നത് ഈ പറയുന്ന തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെ ആകാനേ പറ്റുള്ളൂ. മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടാണ് ജസിയ നടപ്പാക്കിയത്. എങ്ങനെയാണ്? ഹിന്ദുവിനെ അപമാനിച്ചുകൊണ്ടാണ് ജസിയ പിരിച്ചത്. ജസിയ കൊടുക്കാൻ തയ്യാറായപ്പോഴും, ആ മുഗൾ ഭരണകാലത്ത് ജസിയ കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ പോലും അവരുടെ കഴുത്തിനിട്ട് ഇടിച്ചതിന് ശേഷം, അവരെ പീഡിപ്പിച്ചതിന് ശേഷമാണ് ജസിയ വാങ്ങിച്ചത്. അത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ക്രൂര അഹമ്മദീയർ എന്ന കുമാരനാശാൻ ദുരവസ്ഥയിൽ എഴുതിയത് നമ്മൾ വായിച്ചതാണ്. എന്തിനാണ് ഈ ക്രൂരത? ഈ മതത്തിൻ്റെ പേരിലാണ്, ഈ ഗ്രന്ഥം വെച്ചിട്ടാണ് ഇവർ ഈ ക്രൂരതകളെല്ലാം ചെയ്യുന്നത്. ഒരിക്കലും മാറ്റമില്ല എന്നാണ് പറയുന്നത്. ഈ ഗ്രന്ഥത്തിന് ഒരിക്കലും മാറ്റമില്ല. അള്ളാഹു നേരിട്ട് വന്ന് ഇറങ്ങി ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അത് മാറാൻ പറ്റില്ലല്ലോ. 6-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണെങ്കിലും എങ്ങനെയായാലും അതിന് മാറ്റമില്ലെങ്കിൽ കാലോചിതമായ മാറ്റങ്ങൾ എല്ലായിടത്തും വരണം. തോറയിൽ വന്നിട്ടില്ലേ? ഇവിടെ നമ്മൾ മനുസ്മൃതിയെ ഇപ്പോൾ പറ്റി പറയുന്നുണ്ടോ? മനുസ്മൃതിയെ പറ്റി ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. നമ്മൾ നല്ല കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങളെ നമ്മൾ മാറ്റാനായിട്ട് നമുക്ക് തയ്യാറാവണം. അത് തയ്യാറാവാത്തോളം കാലം ആ സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള പുരോഗതിയും ഉണ്ടാകുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന രാഹുൽ ഈശ്വർ ബ്രാഹ്മണനാണെന്ന് പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രഹ്മത്തെ അറിഞ്ഞ ആളാണ് ബ്രാഹ്മണൻ. അതല്ലാതെ പൂണൂലിട്ട് വന്നതുകൊണ്ട് മാത്രം രാഹുൽ ഈശ്വർ ബ്രാഹ്മണനാവില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 ജാതികളല്ലേ ഉള്ളൂ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 ജാതികളെ ഉണ്ടാകാൻ പാടുള്ളൂ. ഈ കാണായ ജാതികളൊക്കെ ഇവിടെ ഉണ്ടായതെങ്ങനെ? തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടെ ജാതികൾ ഉണ്ടായത്. അല്ലാതെ ചാതുർവർണ്ണയത്തിൽ നിന്ന് എടുത്തിട്ടല്ല ഇവിടെ ജാതികൾ ഉണ്ടായത്. അത് സ്വഭാവമാണ്, വർണ്ണമാണ്. വർണ്ണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഭാവത്തെയാണ് ഉദ്ദേശിക്കുന്നത്. 4 തരത്തിലുള്ള ആളുകൾ എപ്പോഴും ഈ ലോകത്തിലുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിലുണ്ട്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ അന്യരെ സഹായിക്കുന്ന ആൾ. അന്യർ സ്വന്തം ജീവിതം പണയം പെടുത്തിയിട്ടാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നയാളാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. വൈശ്യൻ നല്ല രീതിയിൽ കച്ചവടമൊക്കെ നടത്തി രാജ്യത്തിന് സമ്പത്ത് സ്വരുക്കൂട്ടുന്ന ആളാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. ശൂദ്രൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ജോലിയില്ല. ശൂദ്രനെ എവിടെയെങ്കിലും ഒരു ജോലി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരു ജോലിയും പറഞ്ഞിട്ടില്ല. അയാൾ വെറുതെ ഇരുന്ന് ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഈ ശൂദ്രൻ എന്ന് പറയുന്നത്.
അതല്ലാതെ ഇവിടുത്തെ താണജാതിയെ പറ്റിയൊന്നും അല്ല അതിനകത്ത് പറഞ്ഞത്. ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പറയുന്നത് നായർ ശൂദ്രനാന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ശരിയാവുന്നത്? ഇതെങ്ങനെ ശരിയാവുന്നത്? ഇവിടുത്തെ താണജാതി ശൂദ്രനാന്ന് പറയുകയും നായർ ശൂദ്രനാന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ജിഹാദികൾക്ക് വേണ്ടി വാദിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല എന്നുള്ള കാര്യമാണ്. മറ്റുള്ളവരുടെ വാക്കുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങളൊന്നുമല്ല ഇവിടെ ഞാൻ പറയുന്നത്. ഈ ഒരു ചർച്ചയിൽ വന്നതുകൊണ്ട് ഈ ചർച്ചയിൽ വന്ന കാര്യത്തെപ്പറ്റി ഒരു കാര്യം പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് ആരിഫ് ഹുസൈനെയും ജാമിദ ടീച്ചറെയും അതുപോലെ ഈ സംവാദത്തിൽ പങ്കെടുത്ത അനിൽകുമാർ അയ്യപ്പനെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതല്ലാതെ ഇത് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഞാനീ പറയുന്നത് തെറ്റിദ്ധരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആയിട്ട് ആരും വരരുത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെക്കുറിച്ചല്ല. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ജിഹാദികളെക്കുറിച്ചാണ്, തീവ്രവാദികളെക്കുറിച്ചാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുമല്ലോ.